അച്ഛൻ ഇവിടെ 7:45 പോയായിരുന്നു. അങ്ങനെ ഞാൻ 8:45 വയലിൽ ചെന്ന് എന്നോട് തേങ്ങ എടുക്കാൻ ചെല്ലണേന്നായിരുന്നു പറഞ്ഞു. അങ്ങനെ 4 കണ്ടമുണ്ട് നമുക്ക് സ്വന്തമായിട്ട്. അപ്പോൾ ആ കണ്ടത്തിലെല്ലാം നമ്മൾ അന്വേഷിച്ചപ്പോൾ അവിടെ ഒന്നും ഇല്ല. അങ്ങനെ ഞാൻ പാത്തി ഇറങ്ങി അപ്പുറത്ത് പോകണമായിരുന്നു. അങ്ങനെ ചെന്നപ്പോൾ ഒരാളവിടെ നിന്ന് ചീനിക്കം പൊടിക്കുന്നുണ്ടെന്ന്. അപ്പോൾ ആളിനോട് പറഞ്ഞു ഇങ്ങോട്ടൊന്ന് ഓടി വന്ന് ഇവിടെ കൊണ്ട് കിടക്കുന്നെന്ന് പറഞ്ഞു. അങ്ങനെ ഞാനും ഓടി ചെന്നപ്പോൾ എൻ്റെ അമ്മയുടെ പേര് അവർ പറയുന്ന കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായി എൻ്റെ അച്ഛനാണ്. രാവിലെ 7:15 വീടിന് സമീപത്തെ കൃഷിയിടത്തിലെത്തിയതാണ് ശിവൻകുട്ടിപ്പിള്ള. മണിക്കൂറുകൾ കഴിഞ്ഞിട്ടും അച്ഛൻ തിരികെ എത്താതിരുന്നതോടെയാണ് മകൾ ശരണ്യ അച്ഛനെ തിരക്കിയെത്തിയത്. അവിടെങ്ങും കണ്ടില്ല. ഒടുവിൽ വയലിൽ കിടക്കുന്നതായി കണ്ടു. ഓടിയെത്തി കോരിയെടുത്തപ്പോൾ അവശേഷിച്ചത് ജീവന്റെ ഒരു തുടിപ്പ് മാത്രം. കയ്യിലും കാലിലും ഷോക്കേറ്റ പാടും. ഞാൻ ഓടി ചെന്നപ്പോൾ കമ്പിയുടെ ഇടയ്ക്ക് കിടക്കും. കമ്പിക്കകത്ത് എർത്തുണ്ടായിരുന്നു. അപ്പോൾ കാലിലെല്ലാം നോക്കിയപ്പോൾ മുറിവും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഞാൻ പിന്നെ അപ്പോൾ ഒരു ചെറിയ അനക്കം പോലെ തോന്നി. അങ്ങനെ ഞാൻ ആ തോട്ടിലെ വെള്ളം കോരി കൊടുത്ത് അതൊന്ന് ഇറക്കി. പന്നിയെ തുരത്താൻ സമീപവാസി അനധികൃതമായി കൃഷിയിടത്തിൽ സ്ഥാപിച്ച വൈദ്യുത കമ്പിയിൽ നിന്നാണ് ഷോക്കേറ്റ് അച്ഛൻ മരിച്ചതെന്ന് മകൾ ഉറപ്പിച്ചു പറയുന്നു. ഉണ്ടായിരുന്നു, കാരണം ഉണ്ടായിട്ടല്ലേ ചേട്ടാ. കൈയെല്ലാം പൊള്ളിയിരിക്കുക. കയ്യാലും കാലിലും മുറിവുണ്ട്. മുട്ടിന് താഴെ നല്ല മുറിവുണ്ട്. ഷോക്ക് അടിച്ച മുറി. അതുവരെ എൻ്റെ അച്ഛൻ ഒരു കുഴപ്പമില്ല എന്നോട് കാര്യം പറഞ്ഞിട്ടും പോയത് എന്നോട്. എന്നാൽ പരിശോധനയ്ക്കായി പോലീസും KSEB ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തിയപ്പോഴേക്കും പ്രദേശത്ത് വൈദ്യുതി എത്തിച്ചതിന്റെ തെളിവുകളെല്ലാം അപ്രത്യക്ഷം. എന്നാൽ വൈദ്യുതി അനധികൃതമായി എടുത്തിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായി കണ്ടെത്താനാകുമെന്ന ജില്ലാ ഇലക്ട്രിക്കൽ ഓഫീസർ. അവിടെ സൈറ്റിൽ മാത്രമേ നമ്മൾ നോക്കിയിട്ടുള്ളൂ. അപ്പോൾ അവിടെ അങ്ങനെ ഈ തടിക്കഷ്ണം കൊണ്ട് ഇങ്ങനെ വേലിയൊക്കെയാണോ എന്നറിയില്ല, പലയിടത്തും കുത്തിവെച്ചിട്ടുണ്ട്. പക്ഷേ അതിനകത്തൊരു ഇത് കമ്പിയൊന്നും കൊടുത്തിട്ടില്ല. മേ ബി എന്താണെന്നറിയില്ല. പ്രാഥമിക പരിശോധന നമുക്കിപ്പോൾ ഇവിടുന്ന് അങ്ങോട്ടുള്ള യാതൊന്നും കണ്ടിട്ടില്ലല്ലോ. പ്രദേശത്ത് പന്നിശല്യം രൂക്ഷമാണ്. എന്നാൽ പന്നിയെ തുരത്താൻ താമരക്കുളം ഗ്രാമപഞ്ചായത്ത് കാര്യക്ഷമമായി ഇടപെടുന്നില്ലെന്നാണ് CPM ആരോപിക്കുന്നത്. ഒരു വർഷമായി ഇവിടെ പഞ്ചായത്തിൻ്റെ പ്രസിഡൻറ്റിനെ ചീഫ് ഓണററി വൈൽഡ് ലൈഫ് വാർഡനായിട്ട് നിശ്ചയിച്ചിട്ട് ഒരു വർഷമായിട്ട് ഷൂട്ടറെ വിളിച്ച് ഈ കൃഷിക്കാരെ സഹായിക്കുന്നതിന് വേണ്ടി ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. ശിവൻകുട്ടിപ്പിള്ള ഷോക്കേറ്റ് മരിക്കാൻ കാരണമായി എന്ന് പറയപ്പെടുന്ന സ്വകാര്യ ഭൂമിയുടെ ഉടമസ്ഥന് സോളാർ വേലി സ്ഥാപിക്കാൻ പഞ്ചായത്തിൽ നിന്നും സബ്സിഡി അനുവദിച്ചിരുന്നതായും എന്നാൽ അദ്ദേഹം അത് ഉപയോഗപ്പെടുത്താൻ തയ്യാറായില്ലെന്നും പഞ്ചായത്ത് മെമ്പർ പറയുന്നു. വിശദമായ പരിശോധനയും അന്വേഷണവും വേണമെന്നാണ് ശിവൻകുട്ടിപ്പിള്ളയുടെ കുടുംബം ആവശ്യപ്പെടുന്നത്. പന്നിയെ തുരത്താൻ ഇവർ കാണിച്ചേക്കുന്ന ഇപ്പം തന്നെ ഇലക്ട്രിസിറ്റിയിൽ നിന്ന് കറണ്ട് അനധികൃതമായി എടുത്തിരിക്കുന്നു. അത് ഒരു വലിയ വിഷയം തന്നെയാണ്. ഇങ്ങനെയൊക്കെ മറ്റുള്ള കർഷകർ അറിയാതെയുള്ള കാര്യങ്ങളാണ് ഇങ്ങനെയുള്ള വിപത്തുകളിലേക്ക് ചെന്ന് എത്തുന്നത്. തളർന്നു കിടക്കുന്ന ഭാര്യയടക്കം ഒരു കുടുംബത്തിന്റെ അത്താണിയാണ് പന്നിക്കണിയിലൂടെ നഷ്ടമായത്. ആഴ്ചകൾക്കിടെ സംസ്ഥാനത്ത് പന്നിക്കണിയിൽപ്പെട്ട് പൊലിഞ്ഞുപോയത് നിരവധി ജീവനുകൾ. പന്നിയെ തുരത്തുന്നതിൽ അധികൃതർ കാട്ടുന്ന വീഴ്ചയാണ് ഇത്തരം ക്രൂരകൃത്യങ്ങളിലേക്ക് കർഷകരെ പ്രേരിപ്പിക്കുന്നത്. അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഇരയാണ് ശിവൻകുട്ടിപ്പിള്ള. താമരക്കുളത്തു നിന്നും ക്യാമറമാൻ രാജ്കിരണിനൊപ്പം സുജിത് സുരേന്ദ്രൻ.